പണത്തേക്കാളേറെ ലഹരി കച്ചവടം എന്നത് ചിലർക്കൊരു ലഹരി തന്നെയാണ്. വ്യത്യസ്തങ്ങളായ രീതിയിൽ ഒളിച്ചും മറച്ചും ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെടാതെ ലഹരി ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ ഏജന്റുമാർ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ നിരവധിയാണ്. അതിൽ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത MDMA ഒളിപ്പിച്ചു കടത്തിയ 34-കാരിയായ അനില രവീന്ദ്രനെ കുറിച്ചാണ്. അനില രവീന്ദ്രൻ എന്ന സ്ത്രീ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. വിദേശത്തുള്ള ലഹരി റാക്കറ്റുകളുമായി പോലും ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ടാൻസാനിയയിൽ നിന്നുള്ള യുവാക്കളിൽ നിന്നും നേരിട്ടാണ് അനില രവീന്ദ്രൻ MDMA വാങ്ങിയിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന അനില ജില്ലയിലെ ലഹരി സംഘങ്ങളുമായും അടുത്ത ബന്ധമുണ്ടെന്നാണ് സൂചന. കാറിനുള്ളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ MDMA അനില ഒളിപ്പിച്ചിരുന്നത് ജനനേന്ദ്രിയത്തിനുള്ളിലായിരുന്നു. 40.14 ഗ്രാം MDMA ആണ് ഇവർ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ചത്. 37 ഗ്രാം MDMA ആണ് ഇവരുടെ കാറിൽ നിന്നും കണ്ടെത്തിയത്. എന്നാൽ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ജനനേന്ദ്രിയത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 40 ഗ്രാമിലേറെ MDMA കണ്ടെത്തിയത്. കൊച്ചിയിൽ നോട്ടപ്പുള്ളി ആയതോടെയാണ് അനില രവീന്ദ്രൻ കൊല്ലത്തേക്ക് കച്ചവടം മാറ്റിയത്. നിരവധി ഇടനിലക്കാരെ അനില ഉപയോഗിച്ചതായാണ് വിവരം. ഇവർക്ക് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നയാളെയും ഇടനില നിന്നയാളെയും കണ്ടെത്താനും പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന പ്രതി അനില രവീന്ദ്രനെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും. 2021 നവംബറിലാണ് അനില ആദ്യമായി അറസ്റ്റിലാകുന്നത്. കാക്കനാടുള്ള DC മിസ്ട്രിയിൽ എന്ന അപ്പാർട്ട്മെന്റിലെ റെയ്ഡിലാണ് അന്ന് കുടുങ്ങിയത്. MDMAയും ഹാഷിഷ് ഓയിലും ഹാഷിഷും അടക്കം പിടികൂടി. LCD സ്റ്റാമ്പും ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ പക്കൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചിട്ടില്ല എന്നും തനിക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് മയക്കുമരുന്ന് കൈവച്ചിരുന്നതെന്നുമായി ജാമ്യം കിട്ടാനായി അനില ഹൈക്കോടതിയെ അറിയിച്ചു. താനൊരു വിവാഹിതയാണ് എന്നും ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നും വിശദീകരിച്ചു. ഒരു ടൂറിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് റെയ്ഡ് നടന്നതെന്നും തനിക്കൊന്നും അറിയില്ല എന്നും അവർ വിശദീകരിച്ചു. ഇതിനൊപ്പം ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദവും ഹൈക്കോടതിയിൽ ഉയർത്തി. ഇതെല്ലാം പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം അനില കച്ചവടം തുടർന്നു. അതിന്റെ തുടർച്ചയായിരുന്നു കൊല്ലത്തെ ഈ അറസ്റ്റ്. പഴയ കേസിലെ ജാമ്യവ്യവസ്ഥ ലംഘനവും ഈ അറസ്റ്റോടെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനിലയ്ക്കെതിരെ പഴയ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സജീവമാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. നിലവിൽ പനയം രേവതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില കൊല്ലം നഗറിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തുന്നത്. കർണാടകയിൽ നിന്നും MDMA നേരിട്ടെത്തിച്ചാണ് അനിലയുടെ ലഹരി വ്യാപാരം. വിദ്യാർത്ഥികളാണത്രേ അനിലയുടെ ഇടപാടുകാരിൽ ഏറെയും. കൊല്ലം നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് അനില ലഹരി വിൽപ്പന നടത്തുന്നത്. ഇത് സംബന്ധിച്ച പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതോടെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നുമാണ് അനിലയെ ഇന്നലെ പോലീസ് പിടികൂടിയത്. 50 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ വില വരുന്ന രാസലഹരിയാണ് ഇത്. സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്ങര പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ഇവർ പിടിയിലായത്. കർണാടകത്തിൽ നിന്നും വാങ്ങിയ MDMA കൊല്ലം നഗരത്തിലെ സ്കൂളുകൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്കായി സ്വന്തം കാറിൽ ഒരു സ്ത്രീ കൊണ്ടുവരുന്നതായി കമ്മീഷണർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ മുതൽ സിറ്റി പരിധിയിൽ വ്യാപക പരിശോധനയും ആരംഭിച്ചിരുന്നു. കൊല്ലം ACP ഷെരീഫിന്റെ നേതൃത്വത്തിലായിട്ടുള്ള 3 സംഘങ്ങളായിരുന്നു പരിശോധനകൾ. വൈകിട്ട് 5:30 നീണ്ടകര പാലത്തിന് സമീപത്ത് വെച്ച് ഇവരുടെ കാർ കണ്ടെങ്കിലും പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. തുടർന്ന് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പോലീസ് വാഹനം തടഞ്ഞിടുകയായിരുന്നു. കാറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. അനില സഞ്ചരിച്ച കർണാടക രജിസ്ട്രേഷൻ കാർ ഇവരുടെ സുഹൃത്തിന്റേതാണെന്ന് പോലീസ് പറഞ്ഞു. കർണാടകയിൽ നിന്നും കാറിൽ കൊല്ലത്തേക്ക് MDMA കൊണ്ടുവരുമ്പോൾ അനിലയ്ക്കൊപ്പം ഒരു യുവാവും ഉണ്ടായിരുന്നു. കൊല്ലം സ്വദേശിയായ ഇയാൾ എറണാകുളത്ത് ഇറങ്ങി. ലഹരി കച്ചവടത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഇയാളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനിലയുടെ മൊബൈൽ ഫോണിൽ നിന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് പോലീസ് പറഞ്ഞു.